ഹായ് ഫ്രണ്ട്സ്, ചെമ്പോപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യണം. നല്ല നല്ല അഭിപ്രായങ്ങൾ ഇടണം. ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോയി കുർബാനയിൽ സംബന്ധിച്ച് തിരിച്ചു വന്നു കേട്ടോ. അപ്പോഴേക്കും കാപ്പികുടി എല്ലാം കഴിഞ്ഞ് ചോറെല്ലാം തീയിട്ട് കഴിഞ്ഞപ്പോഴേക്കും മീൻകാരൻ വന്നു. മീൻ വാങ്ങിച്ചു വെട്ടിയെടുത്ത് അതിൻ്റെ വേസ്റ്റ് കളയുവാണേ. ഒരു ചെറിയ കുഴി കുത്തി അതിട്ട് മൂടുവാണ്. അല്ലെങ്കിൽ വലിയ പട്ടിയും പൂച്ചയൊക്കെ വന്ന് അവിടെ എല്ലാം നാശമാക്കും. അതുകൊണ്ട് മൂടി വെക്കുവാണെങ്കിൽ കുഴപ്പമില്ല. കുഴി കുത്തി മൂടുവാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഈ ചെടിക്കൊക്കെ വളമായിക്കോളും. ഇത് മാങ്കോസ്റ്റിൻ്റെ തൈയാണേ, അതിനൊരു വളമാകും. ഇതൊരു മാതള നാരകത്തിൻ്റെ തൈ. മത്തിവളം നല്ലതാണ്. ഈ മീൻ്റെ വളം തലയെല്ലാം വെട്ടിയിടുന്നത് അതിനങ്ങ് വളമായിക്കോളും. അതിൽ ഇടിച്ചുറപ്പിച്ച് വെച്ചേക്കാം. ഈ പട്ടി എലിയൊക്കെ വന്ന് മാന്തും. കൂട് ദൂരെ കണ്ടേ കളഞ്ഞേക്കാം. ഇന്നൊരു സുഖമില്ലാത്തൊരു കാലാവസ്ഥയാണ് കേട്ടോ. മഴ ഇങ്ങനെ തൂളിക്കൊണ്ടിരിക്കുമായിരുന്നു ചെറുതായിട്ട്. രാത്രിയെല്ലാം തൂളി, പകലും തൂളുമായിരുന്നു. രാവിലെ പള്ളിയിൽ പോയപ്പോഴൊക്കെ മഴ തൂളുന്നുണ്ടായിരുന്നു. വെയിലില്ല. ഇപ്പോൾ ഒരു മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണേ. വലുതായിട്ട് മഴ പെയ്യുന്നുമില്ല. വലുതായിട്ടൊരു മഴ പെയ്യുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ചെടികൾക്കും കൃഷിക്കൊക്കെ വളരെ നല്ലതായിരുന്നു. അങ്ങനെ മീൻ വെട്ടി വറക്കുകയാണ്. മുളകും ഇഞ്ചി വെളുത്തുള്ളി ഉപ്പും എല്ലാം കൂടെ പുരട്ടിയെടുത്ത് മീൻ വറുത്ത്. ഇതൊരു നോൺ സ്റ്റിക്ക് പാത്രമായിരുന്നു കേട്ടോ. അതിൻ്റെ കുറേ പുകഞ്ഞു. ഒരു ദിവസം തീയായിരുന്നു, പുകഞ്ഞു പോയേ. അതുകൊണ്ട് ഞാൻ ഈ പുകഞ്ഞത് ഇളകി വരുന്നത് കൊള്ളുകയെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് അത് മുഴുവൻ കറുത്തത് മുഴുവൻ തേച്ച് കഴുകി കളഞ്ഞു. ഇപ്പോൾ അതിനകത്തിട്ട് മീനൊക്കെ വറുക്കാം. ധാരാളം എല്ലാ മീനും ഇട്ട് വറുക്കാൻ പറ്റും. പിന്നെ ചേട്ടനെ ബീഫ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞുറുക്കി കഴുകി എടുത്തു. അതിലേക്ക് മുളക് പൊടി ഇട്ടു. മുളക് പൊടി 2 സ്പൂൺ ഇട്ടു. പിന്നെ കാശ്മീരി ചില്ലി ഇട്ടു. കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി ഇട്ടു. മല്ലിപ്പൊടി ഇട്ടു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വേവിക്കാം. അപ്പോൾ കറിവേപ്പിലയുടെ ഗുണമൊക്കെ ഇറച്ചിക്ക് അങ്ങ് കിട്ടിക്കോളും. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതും ഇട്ട് കൊടുത്തു. 2-3 ഏലക്ക ഇടുകയാണെങ്കിൽ ഇറച്ചി നന്നായിട്ട് വേകും. ഇത് തക്കോലമാണ്. തക്കോലം ഇട്ടു. കറുവാപ്പട്ട, 3-4 ഗ്രാമ്പൂ. എൻ്റെ മസാലക്കൂട്ട് ഇതാണ്. പെരുംജീരകം, ഇതെല്ലാം കൂടി ഇട്ടു. 2-3-4 ചെറിയ ഉള്ളിയും കൂടി ചേർത്തു. വെളുത്തുള്ളി ഇട്ടു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിരുമ്മി, കൈകൊണ്ട് തിരുമ്മി എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് വേവിച്ചെടുക്കാം. കുക്കറിൽ വെക്കുന്നില്ല. ചോറ് വെച്ചതിൻ്റെ അടുപ്പ് കിടപ്പുണ്ട്, അതിലേക്ക് വെക്കാമെന്ന് ഓർത്താം. വെച്ച് ഇറച്ചി നന്നായിട്ട് വേവിച്ചെടുത്തു കേട്ടോ. കുറച്ച് സവോളയും കൂടെ അരിഞ്ഞിട്ട് കുറച്ച് ഇറച്ചി എടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണേ. ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ആവശ്യം വരുമ്പോൾ എടുത്താൽ മതിയല്ലോ. കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് ഫ്രൈ ആക്കി എടുക്കാമെന്ന് കരുതി. സവോളയും കുരുമുളകും ചേർത്ത് ഫ്രൈ ആക്കി എടുക്കുക. ബീഫ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. വീഡിയോകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. നമുക്കിനി സ്വാദുണ്ടോ എന്ന് നോക്കാം. ചൂടാണ്. കൊള്ളാം, കുഴപ്പമില്ല, സൂപ്പർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ